ഇന്ന് നമ്മുടെ ടോപ്പിക് ബേസിക് ലോട്ടോ ട്രെയിനിങ്. സോ വാട്ട് ദിസ് ട്രെയിനിങ് വിൽ കവർ? ഈ ട്രെയിനിങ്ങിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്? ഹൂ നീഡ് ദിസ് ട്രെയിനിങ്? ആർക്കൊക്കെ ഈ ട്രെയിനിങ് വേണം? വാട്ട് ഈസ് ഹസാർഡസ് എനർജി? എന്താണ് ഹസാർഡസ് എനർജി ഇതിൽ ഉണ്ടായിരിക്കുന്നത്? ദെൻ ലോക്കൗട്ട് ടാഗ് ഔട്ട്സ്, എന്തൊക്കെ ലോക്കൗട്ട് ടാഗ് ഔട്ട്സ് ഉണ്ട്? Then types of lockout tagout devices, requirement of tags, lockout tagout procedures and requirement. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ട്രെയിനിങ്ങിൽ കവർ ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ടു ദ ട്രെയിനിങ്. ഹൂ നീഡ് ദിസ് ട്രെയിനിങ്? ആരൊക്കെയാണ് ഈ ട്രെയിനിങ് വേണ്ടത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് ഈ ട്രെയിനിങ് വേണ്ടത്? ഓതറൈസ്ഡ് എംപ്ലോയീസ്, people who lock or tag out machines or equipment to perform servicing. ഒരു മെഷീനറി സർവീസ് ചെയ്യുന്ന ആൾക്കാർ, അതാണ് ഓതറൈസ്ഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. അവർക്ക് ഈ ട്രെയിനിങ് കമ്പൽസറി ആയിട്ട് കൊടുത്തിരിക്കണം. എഫക്റ്റഡ് എംപ്ലോയീസ്, ആരാണ് ഈ എഫക്റ്റഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്? പീപ്പിൾ ഹു ഹാസ് മെഷീൻസ് എക്യുപ്മെന്റ് ഓൺ വിച്ച് സർവീസിംഗ് ഈസ് പെർഫോം അണ്ടർ ലോക്കൗട്ട് ആൻഡ് ടാഗ്. അതായത് പീപ്പിൾ ഹു ഹാസ് യൂസ് മെഷീൻസ്, നമ്മൾ ഈ മെഷീൻസ് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ഓൺ വിച്ച്, അതായത് സർവീസ് ചെയ്യുന്ന ആ മെഷീനിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണെന്ത് എഫക്റ്റഡ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ദെൻ അതർ എംപ്ലോയീസ്, അതർ എംപ്ലോയീസ് എന്ന് പറയുമ്പം ആ മെഷീൻ അടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതർ മെഷീൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, തൊട്ടടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ. ദാറ്റ് മീൻസ് പീപ്പിൾ ഹു വർക്ക് ഇൻ ദ ഏരിയ ഓഫ് ലോക്കൗട്ട് മെഷീനറി ഓർ എക്യുപ്മെന്റ്. ദെൻ OHS ഒഫീഷ്യൽസ്. ഈ OHS ഒഫീഷ്യൽസ് എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ എന്താണെന്നറിയാം? അതായത് EHS പേഴ്സൺസ്, OHS പേഴ്സൺസ്, HSE ഓഫീസേഴ്സ്, ഇവരൊക്കെയാണ് OHS ഒഫീഷ്യൽസ് എന്ന് പറയുന്നത്. നൗ ഹസാർഡസ് എനർജി. എന്താണ് ഹസാർഡസ് എനർജി? ഹസാർഡസ് എനർജി റെഫർ ടു എനി ഫോം ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി പൊട്ടൻഷ്യൽ കോസ് ഹാം ടു വർക്കേഴ്സ് വെൻ റിലീസ് ഓർ ബിക്കം ആക്റ്റീവ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, ഇലക്ട്രിക് ലൈഫ് സ്റ്റോറേജ് കണ്ടോ? ഇതിലൊരു ഹസാർഡസ് എനർജി ഒളിച്ചിരിപ്പുണ്ട്, കണ്ടില്ല? അതുമാതിരി സ്റ്റോർഡ് മെക്കാനിക്കൽ മൂവ്മെന്റ് ഇൻ മെഷീനറി. ഈ സ്റ്റോർഡ് മെക്കാനിക്കൽ മൂവ്മെന്റ് ഇൻ മെഷീനറി എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു എനർജി ഒളിച്ചിരിപ്പുണ്ട്. അതായത് ഇത് പിസ്റ്റണിലാണ് നിൽക്കുന്നത്. സപ്പോസ് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വഴി ഇതിൽ എന്ത് സംഭവിക്കാം? ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇത് നേരെ വന്ന് അടച്ചിടും. ദെൻ മൂവിങ് മെഷീനറി പാർട്സ്. മൂവിങ് മെഷീനറി പാർട്സ്, ഇപ്പം മെഷീനറീസ് എല്ലാം ലോക്കായി കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത്, മെയിൻറ്റെയിൻസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കൈ കുടുങ്ങാൻ ചാൻസ് ഉണ്ട്. ദെൻ പ്രഷർ സ്റ്റീം ലൈൻസ്, കണ്ടോ? പ്രഷർ സ്റ്റീം ലൈൻസ്, ഇപ്പം നമ്മളൊരു എക്യുപ്മെന്റിൽ, അതൊരു പൈപ്പ് ലൈനിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിലെന്താ, നമ്മളെ പ്രഷർ ഉണ്ടാകുന്ന ആ പ്രഷർ റിലീസ് ചെയ്യണം. അത് റിലീസ് ചെയ്യാതെ നമ്മൾ എന്തെങ്കിലും വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ ഒരു ഹസാർഡ് ഉണ്ടാവും. ദെൻ ഹസാർഡസ് കെമിക്കൽ ഇൻ പൈപ്പ് ലൈൻസ് അണ്ടർ പ്രഷർ ഓർ ഫോഴ്സ് ഗ്രാവിറ്റി. അതായത് കെമിക്കൽസ്, പൈപ്പ് ലൈൻ്റെ കെമിക്കൽസ്, അത് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, അതിൽ ഫോഴ്സ് ഗ്രാവിറ്റി ഫോം ചെയ്തിട്ട് എന്തുണ്ടാവും? അവിടെ ഒരു ഹസാർഡ് ഉണ്ടാവും. സോ സോഴ്സ് ഓഫ് എക്സാമ്പിൾസ്, ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണാം, ലൈവ് ഇലക്ട്രിക്കൽ ലൈൻസ് കണ്ടോ? അതൊരു സോഴ്സ് ഓഫ് എക്സാമ്പിൾ ആണ്. ഇലക്ട്രിക്കൽ കപ്പാസിറ്റർ, ഇപ്പൊ നമ്മളെല്ലാവരും വീട്ടിൽ വാട്ടർ ടാങ്ക്സ് ഉണ്ട്, അതുമാതിരി തന്നെ മോട്ടോഴ്സ് ഉണ്ട്. ഈ മോട്ടോഴ്സിന്റെ മുകളിൽ ഈ ഒരു സാധനം ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ എപ്പോഴും സ്റ്റോർഡ് എനർജി ഉണ്ടാവും. അപ്പൊ നമ്മളൊരു നേരത്തേക്ക് മോട്ടർ ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 5 മിനിറ്റ് നേരത്തേക്ക് ഈ കപ്പാസിറ്റർ അത്ര ചാർജ് ഉണ്ടാവും. അത് എന്താവാം? ഷോക്ക് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ദെൻ ലേസേഴ്സ്, ലേസർ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അയോണൈസിങ് എനർജി. ദെൻ എൻജിൻ ദാറ്റ് മൂവ്സ്, അതായത് റൊട്ടേറ്റിംഗ് പാർട്സ്. ഹൈഡ്രോളിക് ലിഫ്റ്റ്, ന്യൂമാറ്റിക് എയർ പ്രഷർ. ഇതിനുള്ളിലെല്ലാം എന്തുണ്ട്? ചാർജ്ഡ് എയർ എപ്പോഴും ഉണ്ടാവും. സോ അത് റിലീസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. സോ പ്രഷർഡ് ലൈൻസ്, ദെൻ പ്രഷർ വാട്ടർ ലൈൻസ്, ദെൻ സ്പ്രിംഗ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ സ്പ്രിങ്ങിന്റെ അവിടെ കണ്ടോ? നോ എനർജി സ്പ്രിംഗ് റിലീസ്. സ്പ്രിംഗ് എപ്പോഴും റിലീസ് ആയിരിക്കുമ്പോൾ നോ എനർജി ആയിരിക്കും. പക്ഷെ സ്റ്റോർഡ് എനർജി ആണോ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? എനർജി റിലീസ് ആവും. സോ വേർ ലോട്ടോ സിസ്റ്റംസ് അപ്ലൈഡ്, എവിടെയാണ് ലോട്ടോ സിസ്റ്റംസ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത്? ഒന്ന് ഹെവി ഇലക്ട്രിക്കൽ പാനൽസ് അല്ലെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ജനറേറ്റേഴ്സ്, പിന്നെ അതുമാതിരി MCBs, വലിയ വലിയ MCBs. ദെൻ ഹെവി മെക്കാനിക്കൽ എക്യുപ്മെന്റ്സ്. ഹെവി മെക്കാനിക്കൽ എക്യുപ്മെന്റ്സിൽ ഉണ്ടാവും, അതായത് പ്രസ് മെഷീന്, ബെഞ്ച് മെഷീന്, അങ്ങനെയുള്ളതെല്ലാം. പിന്നെ പ്രഷറൈസ്ഡ് ലൈൻ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒരു ഫോട്ടോ കാണാം.
ലോക്കൗട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് പ്രഷറൈസ്ഡ് ലൈൻ. അത് ഗ്യാസ് പൈപ്പ് ലൈൻ ആവാം, വാട്ടർ പൈപ്പ് ലൈൻ ആവാം. നിങ്ങൾക്ക് കാണാം പ്രഷർ ലൈനിലും എന്ത് ലോക്കൗട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ കൺഫൈൻഡ് സ്പേസിലും എന്താണ് ലോക്കൗട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ചില പൈപ്പ് ലൈൻസ് ഒക്കെ കൺഫൈൻഡ് സ്പേസിലാണെങ്കിൽ നമുക്ക് അവിടെ എന്താ ലോട്ടോ പ്രൊസീജിയർ യൂസ് ചെയ്യണം. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ടാഗ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പിക്ചർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇനി അടുത്തതാണ് നമ്മൾ നോക്കുന്ന വാട്ട് ഈസ് ലോക്കൗട്ട്. എന്താണ് ലോക്കൗട്ട്? ലോക്കൗട്ട് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആണ്. എന്തിനാണ്? ടു എൻഷുർ ഡേഞ്ചറസ് മെഷീനറി ഓർ എക്യുപ്മെന്റ് ആർ പ്രോപ്പർലി ഷട്ട് ഓഫ്. ഒരു മെഷീനറി പ്രോപ്പർ ആയിട്ട് ഷട്ട് ഡൗൺ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് എന്ത് ലോട്ടോ എന്ന് പറയുന്നത്. ആൻഡ് നോട്ട് ഏബിൾ ടു റീസ്റ്റാർട്ട് അൺടിൽ മെയിൻ്റെനൻസ് ഓർ സർവീസ് ഈസ് കംപ്ലീറ്റഡ്. എന്ന് വെച്ചാൽ അതൊരിക്കലും റീസ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്തും സർവീസ് ചെയ്യുന്ന സമയത്തും. എപ്പോഴും അത് മെയിൻ്റെനൻസും സർവീസും കഴിഞ്ഞതിന് ശേഷം, അതായത് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ ലോട്ടോ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ. Then lockout part of procedure involve physically placing a lock or tag on the machinery, energy isolation devices to prevent the release of hazardous energy from the equipment. ലോക്കൗട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മളൊരു ലോക്ക് അതിൽ പ്ലേസ് ചെയ്യണം. എന്ന് വെച്ചാൽ ലോക്ക് പ്ലേസ് ചെയ്തത് ലോക്ക് ചെയ്യാണ്. ആ എനർജി ഐസൊലേഷൻ ഡിവൈസസിൻ്റെ അകത്ത് പ്ലേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ലോക്ക് ചെയ്യും. അങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനർജി എന്താവും? അവിടെ ഷട്ട് ഡൗൺ ആവും. Then this ensures that the machinery cannot be accidentally started up while maintenance or repair are being carried out. എന്താ പറയുന്നത്? This ensure the machinery cannot be accidentally started. നമ്മൾ അവിടെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിഡന്റലി മെഷീൻ സ്റ്റാർട്ട് ആവില്ല. ചിലപ്പം ഈ ആക്സിഡന്റലി മെഷീൻ എങ്ങനെയൊക്കെ സ്റ്റാർട്ട് ആകുന്നതെന്ന് വെച്ചിട്ടാണ്, ഇപ്പം നമ്മൾ ലോക്ക് ചെയ്തിട്ടില്ല എന്നെങ്കിൽ ആരെങ്കിലും ഒരു പൈപ്പ് ലൈനിൽ മെയിൻറ്റെയിൻസ് ചെയ്യുക, അതിന്റെ ബോൾ വാൾവ്, ഈ ബോൾ വാൾവ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ എനർജി പാസ് ചെയ്യും. അപ്പൊ ഇത് കറക്റ്റ് നമ്മൾ ഇൻഫർമേഷൻ ടാഗും ഈ ലോക്കും ചെയ്തിട്ടില്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യും. സോ അത് ഉണ്ടാവാതിരിക്കാനാണ് എന്ത് നമ്മൾ ലോട്ടോ യൂസ് ചെയ്യുന്നത്. ദെൻ ടാഗ് ഔട്ട് പാർട്ട് ഓഫ് പ്രൊസീജിയർ ഇൻവോൾവ് യൂസിങ് എ ടാഗ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ. ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടല്ലോ ഇക്വിപ്മെന്റ് ലോക്ക്ഡ്, ഇതാണ് ടാഗ് ഔട്ട് എന്ന് പറയുന്നത്. ഈ ലോക്ക് നമ്മൾ ഇട്ടതിന് ശേഷം ഈ ടാഗ് നമ്മൾ അതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ടാഗ് ചെയ്യും. അതിൽ സ്പെഷ്യലി എഴുതിയിട്ടുണ്ടോ ഇക്വിപ്മെന്റ് ഔട്ട് ബൈ, കണ്ടോ? ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഇക്വിപ്മെന്റ് എന്താണ് ലോക്ക്ഡ് ബൈ ആരാണ്, എന്ത് റീസൺ ആണ് ലോക്ക് ചെയ്തിരിക്കുന്നത്, എപ്പോഴാണ് ഇതിന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ അതിലുണ്ടാവും. ചില സ്ഥലത്ത് ഇതിനകത്ത് അവരെ മൊബൈൽ നമ്പർ വരെ ഉണ്ടാവും, കോണ്ടാക്ട് നമ്പർ അല്ലെ വോക്കി ടോക്കി നമ്പർ. ഈ സാധനങ്ങളെല്ലാം ഇതിൽ ഉണ്ടായിരിക്കുന്നതാണ്. സോ ടൈപ്സ് ഓഫ് ലോട്ടോ ഡിവൈസസ്. There are several types of Loto tag out devices that can be useful to help ensure that the safety of workers during maintenance and service of machinery or equipment. So, നിങ്ങൾ ഇവിടെ കണ്ടോ പല ടൈപ്പ് ലോക്കൗട്ട് സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അതിൽ വരുന്ന ഫസ്റ്റ് ആണ് ഈ പാഡ്ലോക്ക്. ഇതാണ് കോമൺലി യൂസ് ചെയ്യുന്നത് ഈ ലോട്ടോ ഡിവൈസിൽ. എന്തിനാണ്? എനർജി ഐസൊലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, മെഷീനറി ഇക്വിപ്മെന്റ്. ദെൻ രണ്ടാമത്തെ നിങ്ങൾ കാണുന്നതാണ് ലോക്കൗട്ട് ഹാസ്പ് എന്ന് പറയുന്നത്. ലോക്കൗട്ട് ഹാസ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ മൾട്ടിപ്പിൾ വർക്ക്സ് ഹു ആർ സർവീസിംഗ് ഇൻ ദ സെയിം മെഷീനറി ആർ equipment and they allow multiple padlocks to be attached to the hasp, effectively locking out the equipment until all padlocks are removed. ഇപ്പൊ ഈ ഹാസ്പ് എന്താന്ന് വെച്ചിട്ടാണ്, നമ്മൾ വലിയ വലിയ മെഷീനറീസിലെല്ലാം നമ്മൾ മെയിൻറ്റെയിൻസ് ചെയ്യുന്ന സമയത്ത് ഓരോ ഗ്രൂപ്പും ഓരോ ലോക്ക് ഇടും. ഓരോ ഗ്രൂപ്പും ഓരോ ലോക്സ് ഉണ്ടാവും. ഇങ്ങനെ ഈ കാണുന്ന ഹോൾസിൽ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ലോക്സ് ഇട്ടിട്ട്, ലോക്കും ടാഗും ഇട്ടിട്ട് അത് ഹാസ്പ് വെച്ച് ക്ലോസ് ചെയ്യും. സപ്പോസ് നിങ്ങളിവിടെ 4 ഗ്രൂപ്പ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പിന്റെ വർക്ക് കഴിഞ്ഞാൽ അവർ ടാഗ് ഊരി കഴിഞ്ഞാൽ മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റു ടാഗുകൾ ഇവിടെ ഉണ്ട്, മറ്റു ലോക്കും ടാഗും ഇവിടെ ഉണ്ട്. അപ്പൊ അവരെ വർക്ക് കഴിഞ്ഞാൽ, കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇത് ലോട്ടോ ഈ ഹാസ്പ് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ, നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും. ഇവിടെ ഏത് ടാഗാണ് കിടക്കുന്നത്, ഏത് ലോക്കാണ് കിടക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും. അവിടെ വർക്ക് മെയിൻ്റെനൻസിലാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആക്സിഡന്റലി എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മെഷീൻ ഓൺ ചെയ്യാൻ പറ്റില്ല. ദെൻ ഗേറ്റ് വാൾ ലോക്സ്. ഈ കാണുന്നതാണ് ഗേറ്റ് വാൾ ലോക്സ് എന്ന്. അത് ഈ പൈപ്പ് ലൈൻസ് ഒക്കെ ലോക്ക് ചെയ്യുന്നതാണ് ഗേറ്റ് വാൾ ലോക്സ് എന്ന് പറയുന്നത്. വാൾ ലോക്സ് ആർ യൂസ് ടു സെക്യൂർ വാൾവ്സ് ആൻഡ് ടൈപ്സ് ഓഫ് എനർജി ഐസൊലേഷൻ ഡിവൈസസ്. ഇത് നമ്മുടെ പൈപ്പ് ലൈൻസിൽ യൂസ് ചെയ്യുന്നതാണ് ഈ ഗേറ്റ് വാൾ ലോക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മളിങ്ങനെ ക്ലോസ് ചെയ്ത് ഇതിന്റെ മുകളിൽ ലോക്കൗട്ടും ടാഗ് ഔട്ടും ചെയ്യും. ഇതാണ് ഇലക്ട്രിക്കൽ ലോക്കൗട്ട്സ്.
to prevent energy isolation and electrical circuits. Electrical circuitൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ലോക്സ് ആണ് നിങ്ങൾ കാണുന്നത്. അടുത്തതാണ് ഈ കേബിൾ ലോക്സ് എന്ന് പറയുന്നത്. ഈ കേബിൾ ലോക്സ് യൂസ് ചെയ്യുന്നത് എന്തിനാ? സെക്യൂർ എക്യുപ്മെന്റ് വിത്ത് മൾട്ടിപ്പിൾ എനർജി ഐസൊലേഷൻ ഡിവൈസ് സച്ച് ആസ് സർക്യൂട്ട് ബ്രേക്കേഴ്സ്. വലിയ വലിയ പാനൽസിലും. സോ നെക്സ്റ്റ് ഈസ് കേബിൾ ലോക്കൗട്ട്. Cable lockout are used to secure equipment with multiple energy isolation devices such as circuit breakers. ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ വലിയ വലിയ ജനറേറ്റേഴ്സ്, അതുമാതിരി പാനൽസ്, അതിനകത്തൊക്കെ വരുന്ന സർക്യൂട്ട് ബ്രേക്കേഴ്സിലൊക്കെ ആക്സിഡന്റലി യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ കേബിൾ ലോക്കൗട്ട്സ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, ബട്ട് ഞാൻ എൻലാർജ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഈ ഒരു പാനലിലൂടെ അവര് ലോക്ക് ചെയ്ത് കണ്ടോ? ഇതൊരു വലിയ ഇലക്ട്രിക്കൽ പാനലാണ്. അപ്പൊ അതിൽ അവര് 1, 2, 3 അങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്ത് കേബിൾ ലോക്കൗട്ട്സ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത് പ്ലഗ് ലോക്കൗട്ട്സ്. ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് പ്ലഗ് ആക്സിഡന്റലി ആരും യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലഗ് ലോക്കൗട്ട്സ് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇതിലൊരു ഇവിടെ ലോക്കൗട്ട്സ് നിങ്ങളൊരു ബ്ലൂ മാർക്ക് കണ്ടോ? ഓരോ ലോക്കൗട്ട്സിനും കളർ കോഡ്സ് ഉണ്ട്, പല കളർ കോഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് കളർ കോഡ്സ് എന്താ നോക്കാം. സോ ഇവിടെ നിങ്ങൾ കളർ കോഡ്സ് കണ്ടോ? എല്ലാ ലോക്കിനും ഓരോ കളർ കോഡ്സ് ഉണ്ട്. സോ റെഡ് കളർ കോഡ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അത് എനർജി ഐസൊലേഷന് വേണ്ടിയിട്ടാണ്. ഇൻഡിക്കേറ്റ്സ് മെഷീൻ ഓർ എക്യുപ്മെന്റ് ഈസ് ഇൻ ലോക്കൗട്ട് സ്റ്റേറ്റ് ആൻഡ് ഷുഡ് നോട്ട് ബി ടേൺ ഓർ ഓപ്പറേറ്റ്. റെഡ് ലോക്കൗട്ട്സ് ആർ യൂസ് ടു സെക്യൂർ എനർജി ഐസൊലേഷൻ ഡിവൈസസ്. റെഡ് ലോക്ക് ഇട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പാടില്ല, അത് യൂസ് ചെയ്യാനും പാടില്ല. അതിനുള്ള കളർ കോഡാണ് റെഡ്. യെല്ലോ ആണെങ്കിലോ ഇൻഡിക്കേറ്റ് ഫോർ കോഷണറി കണ്ടീഷൻ സച്ച് ആസ് പ്രസൻസ് ഓഫ് പൊട്ടൻഷ്യൽ ഹസാർഡ് ഓർ മെയിൻ്റെനൻസ് വർക്ക് ഇൻ പ്രോഗ്രസ്. എന്തെങ്കിലും പൊട്ടൻഷ്യൽ ഹസാർഡ് അതിൽ ഇൻവോൾവ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മെയിൻ്റെനൻസ് ആക്ടിവിറ്റിയിലാണെന്ത് യെല്ലോ ലോക്കൗട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ ഗ്രീൻ ലോക്സ്. ഗ്രീന് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ദ മെഷീനറി എക്യുപ്മെന്റ് ഇൻ സേഫ് ടു ഓപ്പറേറ്റ്. അതായത് നമ്മുടെ സർവീസും മെയിൻ്റെനൻസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് റണ്ണിന് വേണ്ടിയിട്ട് ടെസ്റ്റ് റൺ ചെയ്യുന്ന സമയത്താണ് എന്ത് ഗ്രീൻ കളർ ലോക്സ് യൂസ് ചെയ്യുന്നത്. ദെൻ ബ്ലൂ കളർ. ബ്ലൂ കളർ ലോക്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെഷീൻ ഓർ എക്യുപ്മെന്റ് ബി റിപ്പയർഡ് ഓർ മെയിൻറ്റെയിൻ. അതായത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാലോ എന്താ ബ്ലൂ ലോക്സ് യൂസ് ചെയ്യും. സോ ബ്ലൂ ലോക്സ് മേ ബി യൂസ് ടു സെക്യൂർ എക്യുപ്മെന്റ് ദാറ്റ് അണ്ടർഗോയിങ് മെയിൻ്റെനൻസ്. അതായത് അണ്ടർഗോയിങ് മെയിൻ്റെനൻസ് ചെയ്യുകയാണെങ്കിലും ബ്ലൂ ലോക്ക് യൂസ് ചെയ്യണം. ഓറഞ്ച് ആണെങ്കിൽ എന്താ വരുന്നത്? ഓറഞ്ച് ലോക്ക് മെയിൻലി യൂസ് ചെയ്യുന്നത് ടെസ്റ്റിങ്ങും പിന്നെന്താ കമ്മീഷനിങ്ങിലുമാണ്. ടെസ്റ്റ് ചെയ്യുമ്പോഴും കമ്മീഷനിങ് ചെയ്യുമ്പോഴാണ്. Orange locks may be used to secure equipment that is being tested or commissioned to ensure that workers are aware of the status of the equipment. എന്തിനാണ് ഇത് ഓറഞ്ച് ലോക്ക് കൊടുക്കുന്നത്? എല്ലാ വർക്കേഴ്സും അവെയർ ആയിരിക്കണം ആ എക്യുപ്മെന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ആക്സിഡന്റലി ഓപ്പറേറ്റ് ബിഫോർ ടെസ്റ്റിംഗ് ഈസ് കംപ്ലീറ്റ്. നമ്മൾ നേരത്തെ കളർ കോഡ്സ് കണ്ടുവല്ലേ? എല്ലാ ലോക്സിനും കളർ കോഡ്സ് ഉണ്ട്. ഈ കളർ കോഡ്സ് മാത്രമല്ല, ഈ എല്ലാ ലോക്കിനും എന്തുണ്ട്? ഈ 2 കീ ഉണ്ടാവും. only 2 keys. എന്തിനാണ് ലോക്കൗട്ടിന് 2 keys കൊടുത്തിരിക്കുന്നത്? ഒന്ന് നമ്മൾ എന്തിനാ വെച്ചിരിക്കുന്നത്? കൺട്രോൾ ഓഫ് എനർജി സോഴ്സ്. ഈ പറഞ്ഞ എനർജി സോഴ്സ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അതായത് ഒരു കീ നമ്മൾ എന്ത് ലോക്ക് ചെയ്ത് കൺട്രോൾ ചെയ്ത് വെക്കും. ഒരു വാൾവ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ആ കീ ആരെടുത്തേ ഉണ്ടാവുള്ളൂ? ഒന്ന് ഈ പറഞ്ഞ ലോക്ക് ചെയ്ത ആളെടുത്തും ഒന്ന് ഈ ലോട്ടോ ടാഗൗട്ട് പ്രൊസീജിയർ അറിയുന്ന സൂപ്പർവൈസർ എടുത്ത് മാത്രം. ഇവർ രണ്ടുപേരെടുത്ത് മാത്രമേ ഈ കേസ് ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ ഇവിടെ എനർജി കൺട്രോൾ ആയി. 2, പ്രിവെന്റ് അൺഓതറൈസ്ഡ് റിമൂവൽ. ഇപ്പൊ നമ്മൾ ലോട്ടോ ചെയ്തിട്ടില്ല, നിങ്ങളൊരു പൈപ്പ് ലൈനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ആ വാൾവ് ക്ലോസ് ചെയ്ത് വെൽഡിങ് ആക്ടിവിറ്റി ചെയ്യാണ്. സപ്പോസ് അവിടെ മറ്റൊരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, അയാൾക്ക് അറിയില്ല നിങ്ങൾ എന്താ ചെയ്യുന്നത്. അപ്പൊ അയാൾ വാൾവ് ഓപ്പൺ ചെയ്താൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു ഹസാർഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു അൺഓതറൈസ്ഡ് എൻട്രി എന്ത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് അൺഓതറൈസ്ഡ് എൻട്രി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ 2 കീസ് കൊടുത്തിരിക്കുന്നത്. Then accountability and verification. By the use of 2 keys also help to ensure accountability and verification of lockout tagout procedure. അവരെ accountability, അവർക്കൊരു കീ കൊടുത്തത് എന്തിനാണ്? എന്താണ് അവർ accountability, വെരിഫിക്കേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് 2 കീസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. The supervisor or manager who has authorized the lockout tagout procedure hold the second key, and they are responsible to verify that all energy source has been properly isolated and the equipment is in safe and working condition.
ഇത് നമ്മൾ ഈ വർക്കർ ലോക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കീയും സൂപ്പർവൈസേഴ്സിന് എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. എന്തിനാ ഹാൻഡ് ഓവർ ചെയ്യുന്നത്? To proceed the second, they are responsible for verifying that all energy sources have been properly isolated. എന്താണ്, ആ എനർജി സോഴ്സ് എല്ലാം ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്, സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതാണ് അക്കൗണ്ടബിലിറ്റി. If Loto is not applied, ഈ ലോട്ടോ നമ്മൾ പ്രോപ്പർ പ്രോസസ്സിൽ നമ്മൾ പാലിച്ചിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കിവിടെ ഓരോ ഉദാഹരണങ്ങൾ കാണാൻ പറ്റും. ഇലക്ട്രോക്യൂഷൻ, ഇലക്ട്രിക്കൽ വർക്കിൽ നമ്മൾ ലോട്ടോ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഇലക്ട്രോക്യൂഷൻ, വൈദ്യുതാഘാതം ഉണ്ടാവും. സെക്കൻഡ് വൺ ഈസ് ബേൺ. അത് പലതരത്തിലും സംഭവിക്കാം. ഇപ്പൊ ഈ ഇലക്ട്രോക്യൂഷനിൽ തന്നെ ആർക്ക് ആൻഡ് ഫ്ലാഷ് ഉണ്ടാവും, അത് കാരണം ആള് മരിക്കാം. അതുമാതിരി അല്ലെങ്കിൽ കട്ടിംഗ് മെഷീനോ അല്ലെങ്കിൽ ഹീറ്റ് പ്രസ്സിംഗ് മെഷീനോ ഒക്കെ ആണെങ്കിൽ എന്താണ്, അവിടെയും ബേൺസ് ഉണ്ടാവും. പിന്നെ ക്രഷ് ഇഞ്ചുറീസ്, അത് മെക്കാനിക്കൽ ഇഞ്ചുറീസിലാണ് കൂടുതലായിട്ടും വരുന്നത്. അതായത് നമ്മൾ നേരത്തെ കണ്ടിട്ട് ഈ ഒരു റൊട്ടേറ്റിംഗ് വീൽസ് നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ കൈ കുടുങ്ങി കഴിഞ്ഞാൽ ക്രഷ് ആയി പോകും. മെഷീനറി എക്യുപ്മെന്റ് ഈസ് നോട്ട് പ്രോപ്പർലി ലോക്ക് ഔട്ട്, പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ. ദെൻ ലാക്രേഷൻ. ലാക്രേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ മെഷീൻ്റെ ഉള്ളിലൊക്കെ ഈ ഷാർപ്പ് എഡ്ജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് ഒരു മെഷീൻ ആക്സിഡന്റലി വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ കയ്യിൽ ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ദെൻ ആംപ്യൂട്ടേഷൻ. ആംപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ കട്ടായി പോവുക. ഇപ്പൊ ചില ബ്ലേഡ് കാര്യങ്ങളൊക്കെ ഓഫ് പൊസിഷനിലാണെങ്കിൽ പ്രോപ്പർ ലോട്ടോ അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് മെഷീൻ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം എന്താണ്, ആ കൈ അവിടെ കട്ടായി പോകും. ദെൻ ഫോൾസ്. ചില മെഷീനറീസിനകത്തേക്ക് എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ വർക്ക് അറ്റ് ഹൈറ്റ്സ് ഉണ്ടാവും. അതായത് അതിന്റെ ഗാർഡ് ഊരുക, ചിലപ്പോൾ ചില ഡോർസ് ഒക്കെ ഊരിയിട്ട് വേണം വർക്ക് ചെയ്യാൻ. സോ അങ്ങനെയുള്ള സമയത്ത് ഇവർ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ആയിട്ട് മെഷീൻ ഓൺ ആയി കഴിഞ്ഞാൽ, റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആള് താഴെ വീണും. അതാണ് ഫോൾസ്. 6 മേജർ ഇൻസിഡൻസ് ഉണ്ടാവും. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പൊ നമുക്കൊരു കേസ് സ്റ്റഡി നോക്കാം. ഇത് ഒരു കോമ്പാക്ടർ ആണ്. ഇതിന്റെ മെയിൻ പർപ്പസ് എന്താന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ നമ്മുടെ ഈ കാർഡ്ബോർഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പറയുമ്പോൾ ഒരുപാട് കാർഡ്ബോർഡ്സും കാര്യങ്ങളൊക്കെ വരും, കാർട്ടൂൺസ്. ഇതെല്ലാം ഇതിനുള്ളിലേക്ക് കയറ്റിയിട്ട് കോമ്പാക്ട് ചെയ്ത് ക്രഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇത് റീസൈക്കിളിനായിരിക്കും, അതല്ല വേറെ എന്തെങ്കിലും പർപ്പസിനായിരിക്കും. ബട്ട് ഇവിടെ ഇവര് ലോട്ടോ പ്രോസസ്സ് ഫോളോ ചെയ്യാതെ ഇതിൻ്റെ ഉള്ളിൽ മെയിൻ്റെനൻസ് ചെയ്തു. ഒരാൾ ഇതിനുള്ളിൽ കയറി എന്ത് ചെയ്യുന്നു വെച്ചാൽ മെയിൻ്റെനൻസ് ചെയ്തു. അപ്പൊ ഈ മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്ത് ഇത് ലോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പ്രോപ്പർ പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്താൽ അവരത് ഫോളോ അപ്പ് ചെയ്യില്ല. അപ്പൊ എന്തായി, ഈ കോമ്പാക്ടർ എന്തായി, അൺബ്ലോക്ക് ചെയ്തു. ഇതെന്തായി, നേരെ അയാളെ തലയിലേക്ക് വന്ന് വീണു. അയാൾ ഡയറക്റ്റ് അതിൽ നിന്ന് മരിച്ചുപോയി. സോ ഇതൊക്കെ ഒരു മേജർ ഇൻസിഡന്റ് ആണ് ലോട്ടോ പാലിച്ചിട്ടില്ലേ. സോ എപ്പോഴൊക്കെയാണ് നമുക്കൊരു ലോക്കൗട്ട് ടാഗ് ഔട്ട് റിക്കവർ ചെയ്യേണ്ടത്? വെൻ ഈസ് ലോക്കൗട്ട് ടാഗ് ഔട്ട് റിക്വയർഡ്? എപ്പോഴൊക്കെയാണ് നമുക്ക് റിക്കവർ ചെയ്യേണ്ടതെന്നുള്ളതാണ്. എപ്പോഴൊക്കെയാണ്? സർവീസിങ് ഓർ റിപ്പയർ മെഷീനറി ഓർ എക്യുപ്മെന്റ്. ഒരു മെഷീനറി സർവീസിങ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യുന്ന സമയത്തോ ആണ് അതിന് ലോട്ടോ അല്ലെങ്കിൽ ലോക്കൗട്ട് ആൻഡ് ടാഗ് ഔട്ട് മെയിൻലി വേണ്ടത്. എന്തിനാണ് ആ സമയത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? ബിക്കോസ് there is a chance of unexpected machinery startup or release of storage energy could causes injury. അവിടെ എന്താ, ഒരു അൺഎക്സ്പെക്ടഡ് മെഷീനറി സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ സ്റ്റോറേജ് എനർജി റിലീസ് ആവാനോ ചാൻസ് ഉണ്ട്. എപ്പോഴും ഈ മെയിൻ്റെനൻസിന്റെ സമയത്താണ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാകുന്നത്. സോ ലോട്ടോ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം. സോ നിങ്ങളിവിടെ കുറച്ച് ഫോട്ടോസ് കണ്ടില്ലേ, എക്സാമ്പിൾസ് ഓഫ് സർവീസ് ആൻഡ് മെയിൻ്റെനൻസ്. ഇപ്പൊ മെഷീനറീസിനായിട്ടുള്ള സർവീസിങ്ങിൽ എന്തൊക്കെ വരാം, മെയിൻ്റെനൻസിൽ എന്തൊക്കെ വരാം, സർവീസിലൊക്കെ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ പുതിയ മെറ്റീരിയൽസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും, പഴയ എക്യുപ്മെന്റ്സ് റിമൂവ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ നമുക്ക് ഗാർഡ് അഡ്ജസ്റ്റ് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. അപ്പോൾ അതൊക്കെ മെയിൻ്റെനൻസ് സർവീസിലാണ് വരുന്നത്. അൺജാമിങ് ഓർ ക്ലീനിങ്. ഇപ്പം മെഷീനറിൻ്റെ അകത്ത് എന്തെങ്കിലും മെറ്റീരിയൽസ് ജാം ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അത് വാഷ് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ ലൂബ്രിക്കേറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ടിങ്. മെഷീൻസിൽ ഓയിൽസ് കുറവാണെങ്കിൽ ഇൻസ്പെക്ഷൻ, ലൂബ്രിക്കേഷൻസ് ഒക്കെ കുറവാണെങ്കിൽ എന്ത് സംഭവിക്കാം? അവിടെയൊക്കെ നമുക്ക് മെയിൻ്റെനൻസ് വേണം എല്ലാം. പിന്നെ സെറ്റപ്പ്. പുതിയൊരു മെഷീൻ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ ഒരു മെഷീൻ്റെ സൈക്കിൾ കഴിഞ്ഞാൽ അത് വീണ്ടും നമ്മൾ റീസെറ്റപ്പ് ചെയ്യണം. അപ്പം നോർമൽ ഫംഗ്ഷനിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനൊക്കെയാണ് മെയിൻലി നമ്മൾ
ഈ മെയിൻ്റെനൻസും സർവീസിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നതാണ് എനർജി ഐസൊലേഷൻ ഡിവൈസ്, അതായത് എനർജി ഐസൊലേറ്റിംഗ് ഡിവൈസ് EID. അത് എന്ന് പറഞ്ഞാൽ എന്താ? ഡിവൈസ് ദാറ്റ് ഫിസിക്കലി പ്രിവെന്റ്സ് ട്രാൻസ്മിഷൻ ഓഫ് റിലീസ് ഓഫ് എനർജി സച്ച് ആസ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ബ്രേക്കർ, പൈപ്പ്ലൈൻ വാൾവ്സ്, മെഷീൻ ബ്ലോക്സ്, എനിത്തിങ് എൽസ് ദാറ്റ് പോസിറ്റീവ്ലി ബ്ലോക്ക് ഓർ ഐസൊലേറ്റ് എനർജി. ഇപ്പൊ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണും ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ബ്രേക്കർ. ഇൻ കേസ് ഓഫ് സഡൻ ഹസാർഡസ് എനർജി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതപ്പം എന്താവും? ലോക്കാവും. അതായത് നമ്മുടെ മെയിൻ സ്വിച്ച്, ഫോർ എക്സാമ്പിൾ മെയിൻ സ്വിച്ച് നമ്മൾ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യണം, നമ്മൾ ഫസ്റ്റ് എന്ത് പവർ ഓഫ് ചെയ്യും. അപ്പം എന്താ അവിടെ? ട്രാൻസ്മിഷൻ ഓഫ് എനർജി ഹോൾഡ് ആവും. അതുമാതിരി വരുന്നതാണ് പൈപ്പ് ലൈൻ വാൾവ്. ഇവിടെ കണ്ടോ നമ്മൾ, ഇവിടെ ഫ്ലൂയിഡ് പ്രഷർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ വാൾവ് തിരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തായി? ആ ട്രാൻസ്മിഷൻ അവിടെ സ്റ്റോപ്പ് ആവും. ഇതുമാതിരി ന്യൂമാറ്റിക് എയർ പോകുന്നത് അല്ലെങ്കിൽ ഹൈ പ്രഷർ ലൈൻസ് പോകുന്ന യൂസ് ചെയ്യുമ്പോൾ കാണുന്ന വാൾവ്സ് ആണ് ഇതല്ല. പിന്നെ ഇത് സേഫ്റ്റി ബ്ലോക്ക്. Now you can see the lockout devices. ഇവിടെ ഇലക്ട്രിക്കൽ ലോട്ടോ ഡിവൈസസ് കണ്ടോ? ഇവിടെ നമ്മൾ ഹാസ്പി യൂസ് ചെയ്തിട്ടുണ്ട്, അതുമാതിരി കീ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്രേക്കർ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലഗ് സോക്കറ്റ് ലോക്കിംഗ് ഡിവൈസസ്. പിന്നെ ഗ്യാസ് ആൻഡ് ഫ്ലൂയിഡ് ലോക്കൗട്ട്സ് കണ്ടോ? വാൾവ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ആംഗുലാർ ലോക്കിംഗ് എന്ന് പറയും. ദെൻ പൈപ്പ് ലൈൻ ലോക്കൗട്ട് ഡിവൈസസ്, സ്പെയ്ഡ്സ്. നമ്മൾ വാൾവ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്പെയ്ഡ്സ് ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് പൈപ്പ് ടൈറ്റ് ചെയ്യും. സോ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പവർ അല്ലെങ്കിൽ ഫ്ലൂയിഡ് ട്രാൻസ്മിഷൻ ഉണ്ടായിരിക്കുന്നതില്ല. ഇവിടെ നിങ്ങൾ കാണുന്ന ന്യൂമാറ്റിക് ലോക്കൗട്ട്സ് ആണ് ഈ രണ്ടും. ഇതും സെയിം തന്നെയാണ്. പിന്നെയാണ് ഫിസിക്കൽ ബ്ലോക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഒരു ടിപ്പറിന്റെ കേസ് കണ്ടില്ലേ? ഇതാണ് ഫിസിക്കൽ ബ്ലോക്സ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഫിസിക്കൽ ബ്ലോക്സ് വെച്ചിരിക്കുന്നത്? ഇതിനും ലോക്കൗട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബട്ട് ഇൻ കേസ് ഈ പിസ്റ്റൺ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ഈ ടിപ്പർ ബെഡ് നേരെ വന്നിട്ട് ഇവിടെ ആയിരിക്കും അടിക്കുക. അപ്പൊ ഇതിനുള്ളിൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാകുന്ന സമയത്ത് എന്ത് ചെയ്യുക? അവർ അതിനുള്ളിൽ ക്രഷ് ആയി പോകും. സോ ഇതിനും ലോട്ടോ ഡിവൈസ് യൂസ് ചെയ്യുന്നതാണ്. ദെൻ മെഷീനറീസ്, യു ക്യാൻ സീ ഹിയർ. സേഫ്റ്റി ബ്ലോക്ക് വെച്ചിട്ട് ഒരു ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അവിടെ ഒരു മെഷീനറി. നൗ നമ്മൾ നോക്കാൻ പോകുന്നതാണ് ഗ്രൂപ്പ് ലോക്കൗട്ട് ഡിവൈസ്. ഇത് പേഴ്സൺ ഡൂയിങ് മെയിൻ്റെനൻസ് ഓർ റിപ്പയർ ഓൺ സെയിം മെഷീൻ, അതായത് മോർ ദാൻ 1 or 2 ഗ്രൂപ്പ്സ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ലോക്കൗട്ട്സ് ഉണ്ടാവും, അതായത് മെക്കാനിക്കൽ ടീം വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇവരെല്ലാവരും കൂടി ഇപ്പോൾ ഷട്ട് ഡൗൺ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലോക്കൗട്ട്സ് ഉണ്ടാവും. ഒരുപാട് ലോക്കൗട്ട്സ് നമ്മൾ ചെയ്യേണ്ടി വരും. ഈ ഇലക്ട്രിക്കൽ ലോക്കൗട്ട്സ്, മെക്കാനിക്കൽ ലോക്കൗട്ട്സ്. അപ്പം ഇത് ഒരു ലൈനിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഗ്രൂപ്പ് ലോക്കൗട്ട് ഡിവൈസസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് ഹാസ്പും പിന്നെ കളർ കോഡഡ് ആയിട്ടുള്ള ലോക്സും. മെഷീനറി ഓർ equipment cannot be start up until all locks are removed. ഒരു മെഷീനറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? ഇപ്പം ഇലക്ട്രിക്കലിന്റെ വർക്ക് കഴിഞ്ഞാൽ അവർ മെയിൻ്റെനൻസിന്റെ ഒരു ടാഗ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഒരു ലോക്ക് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ ബാക്കി ലോക്സ് അവിടെ കിടപ്പുണ്ട്. അപ്പൊ അവരെ മെയിൻ്റെനൻസ് കഴിയാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈച്ച് പേഴ്സൺ പ്ലേസ്ഡ് ആൻഡ് റിമൂവ് ദെയർ ഓൺ ലോക്ക്. അവരവരുടെ ലോക്ക് അവരവരെ തന്നെ മാറ്റുള്ളൂ, വേറൊരാളും അതിന് മാറ്റാൻ അനുമതിയില്ല. ഇതാണ് ലോട്ടോ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇത് ഒരുവിധം എല്ലാ കമ്പനീസിലും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഉണ്ടാവുന്നത്, ലൊക്കേഷനിലാണ് ഉണ്ടാവുന്നത്. ഇതിലത് പെർമിറ്റ്സ്, മറ്റ് ഡോക്യുമെന്റ്സ്, ഏതൊക്കെ ടൈപ്പ് ലോക്കൗട്ട്സ്, എത്ര ലോക്കൗട്ട്സ് കാര്യങ്ങൾ, അതിന്റെ ലോക്കൗട്ടിംഗ് ഡിവൈസസ് ഏതൊക്കെയുണ്ട്, എല്ലാം ഈ സ്റ്റേഷനിൽ എന്തായിരിക്കും? അവൈലബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെ ടെസ്റ്റാണ് അതിൽ ചെയ്യേണ്ടത്, അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, ഫുൾ ഈച്ച് ആൻഡ് എവറി പ്രൊസീജിയർ, ചെക്ക് ലിസ്റ്റ് എല്ലാം ഈ ഒരു ലോട്ടോ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. സോ വർക്കേഴ്സിനും അവെയർ ആവും ഈ പ്രോപ്പർ ലോട്ട് ഓഫ് പ്രൊസീജിയർ എന്താണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇതാണ് മേജർ കോമൺ മിസ്റ്റേക്സ് ഇൻ ലോട്ടോ പ്രൊസീജിയർ. സോ 6 most common lockout tagout mistakes employees make. ഒരു എംപ്ലോയി 6 മിസ്റ്റേക്സ്, മേജർ 6 മിസ്റ്റേക്സ് ഉണ്ടാകാറുണ്ട്. എന്തൊക്കെയാണ്? നോട്ട് യൂസിങ് ലോക്കൗട്ട് ഫോർ എ ജോബ് ദാറ്റ് വിൽ ടേക്ക് ഓൺലി ഫോർ എ ഫ്യൂ മിനിറ്റ്സ്. ഒരു ഫ്യൂ മിനിറ്റ്സിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ലോക്കൗട്ട്
യൂസ് ചെയ്യില്ല. അപ്പം എന്താവും, അവിടെ ഒരു ഇൻസിഡന്റ് ഉണ്ട്. ഇഗ്നോറിംഗ് ടുവേർഡ്സ് യൂസ് ഓഫ് മൾട്ടിപ്പിൾ ലോക്കൗട്ട്സ് പ്രൊസീജിയർ വെൻ മോർ ദാൻ വൺ എംപ്ലോയീസ് ഈസ് വർക്കിംഗ്. ഒരു പ്രഷർ ലൈനിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്ന സമയത്തും എന്ത് ചെയ്യാം, ഇവർ ഇഗ്നോർ ചെയ്യാം, ലോക്കൗട്ടിന്റെ ആവശ്യമില്ല എന്ന് പറയും. ബിക്കോസ് ദേ ആർ തിങ്കിങ് ദിസ് ലോക്കൗട്ട് പ്രൊസീജിയർ ഈസ് നോട്ട് റിക്വയർഡ് ഫോർ ദ പ്രോസസ്. അപ്പോൾ അവിടെ ഒരു നെഗറ്റീവ് സേഫ്റ്റി കൾച്ചർ ഫോം ചെയ്യും. സോ ഇത് കാരണം എന്താ സംഭവിക്കും, ഒരു ഇൻസിഡന്റ് സംഭവിക്കാം. ലീവ് ദ കീ ഇൻ ദ ലോക്ക് വൈൽ പെർഫോമിംഗ് ലോക്കൗട്ട് എന്ന് വെച്ചാൽ താക്കോല് അതേമാതിരി ഇവിടെ ലോക്ക് ചെയ്ത് അതിന്റെ ലോക്കിംഗ് കീ ആ ലോക്കിന്റെ കൂടെ തന്നെ വെച്ച് പോകും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, മറ്റുള്ള ആൾക്കാർ ഈ ലോക്ക് തിരിച്ചിട്ട് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടുള്ളതല്ല. ദെൻ some other employees to shut off the machine and lock our devices. അവരെ റെസ്പോൺസിബിലിറ്റി ചെയ്യാതെ അവർ മറ്റുള്ളവരുടെ അടുത്ത് പറയാണ് അവരെ ലോക്കൗട്ട് ചെയ്യാനും പിന്നെ മെഷീനറി ഷട്ട് ഡൗൺ ചെയ്യാനും. സോ മേ ബി അടുത്ത പേഴ്സൺസിന് അറിയില്ല എങ്ങനെയാണ് മെഷീൻ ഷട്ട് ഡൗൺ ചെയ്യേണ്ടതെന്നുള്ളത്. സോ അവരെങ്ങനെയെങ്കിലുമൊക്കെ മെഷീൻ ഷട്ട് ഡൗൺ ചെയ്ത് ലോക്കൗട്ട് ചെയ്ത് പോകും. ബട്ട് അവർക്കറിയില്ല ഇത് സീറോ എനർജി ഉണ്ട്, ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. ദെൻ performing maintenance by just lockout control circuits and not verifying the lock of maintain, disconnect or switch. ഇതിപ്പോൾ പുറത്ത് പോയിന്റ് പറഞ്ഞ മാതിരി അവരെന്ത് ചെയ്യും, ചിലപ്പോൾ അറിയില്ല, അവർ ലോക്കൗട്ട് ചെയ്ത് പോകും. ബട്ട് അവർ വെരിഫൈ ചെയ്യുന്നില്ല ഇത് സീറോ ആണോ എന്ന്, ഇതിൽ എനർജി സീറോ ആണോ. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക്കൽ പാനൽസ്, ഇപ്പോൾ നിങ്ങൾ ഈ ടേബിളിൽ കാണുന്ന ഇലക്ട്രിക് പാനൽസ് ഒക്കെ ഇത് ലോക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇതിൻ്റെ ഉള്ളിൽ ചാർജസ് ഉണ്ടാവും. സപ്പോസ് അവർ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്ത് ഷോർട്ടായിട്ട് ആർക്ക് ഫ്ലാഷ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ പൈപ്പ് ലൈൻസ്, അത് സ്റ്റീം പൈപ്പ് ലൈൻസ്, പ്രഷർ പൈപ്പ് ലൈൻസ്, ഇതിലെല്ലാം എനർജി സ്റ്റോർഡ് ആയിരിക്കും. ഇതെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, റിലീസ് ചെയ്ത് നെഗറ്റീവ് എനർജി ആയിട്ട് സീറോ എനർജി ആക്കിയിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് സീറോ എനർജി ആക്കിയിട്ട് ചെക്ക് ചെയ്ത് നമ്മൾ സീറോ എനർജി ആക്കിയാൽ മാത്രമേ അതെന്ത് സേഫ് ആവുള്ളൂ. ദെൻ നോട്ട് ഫോളോയിങ് ദ റിട്ടൺ MSP പ്രൊസീജിയർ ഫോർ ദ ലോക്കൗട്ട്. മാസ്റ്റർ സർവീസ് പ്രൊസീജിയർ, MSP എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ ലോക്കൗട്ട് ചെയ്യണം ഈ മെഷീനറി അല്ലെങ്കിൽ ഈ ഇക്വിപ്മെന്റ്, ഈ പൈപ്പ് ലൈൻ എങ്ങനെ ലോക്കൗട്ട് ചെയ്യുന്നുള്ള മാസ്റ്റർ സർവീസിങ് പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ ഫോളോ അപ്പ് ചെയ്യാതിരിക്കാം. സോ ദീസ് ആർ ദ 6 കോമൺ മിസ്റ്റേക്ക്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു പിക്ചർ കണ്ടോ, ഈ ഒരു പിക്ചർ ഇവർ ലോട്ടോ ചെയ്തതാണ്. എന്താ, വെറുതെ ഒരു നൈലോൺ റോപ്പ് വെച്ചിട്ട് അവര് ഈ ഓരോ സ്വിച്ചസും ലോക്ക് ചെയ്ത് പോയി. ബട്ട് ആരുടെ അടുത്തെങ്കിലും ഒരു നൈഫോ അല്ലെങ്കിൽ ഷാർപ്പൺ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്ത് മാറ്റി അവർക്ക് ഇതെന്ത് യൂസ് ചെയ്യാം. സോ ദിസ് ഇസ് എ ബാഡ് പ്രൊസീജിയർ ഓഫ് ലോട്ടോ. ഇപ്പൊ നമ്മൾ ലോക്സ് കഴിഞ്ഞു, ഇനി ടാഗ് ഔട്ട്. ടാഗ്സ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ യൂഷ്വലി ഇറ്റ്സ് എ വാർണിംഗ് ഡിവൈസ്, ഒരു വാർണിംഗ് ഡിവൈസ് ആണ്. പക്ഷെ ടാഗ്സ് എപ്പോഴും ആയിരിക്കണം, റിമൂവ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഓതറൈസ്ഡ് പെർസൺസ് ആയിരിക്കണം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഡു നോട്ട് ഓപ്പൺ അല്ലെങ്കിൽ ഡു നോട്ട് ഓപ്പറേറ്റ്, ലോക്ക്ഡ് ഔട്ട്, ഡു നോട്ട് ഓപ്പറേറ്റ്, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ ടാഗ്സ് കാണാം. ഇതിൽ തന്നെ നിങ്ങൾ നോക്കൂ, നെയിം, ഡിപ്പാർട്ട്മെന്റ്, എക്സ്പെക്ടേഷൻ ഓഫ് കംപ്ലീറ്റേഷൻ, നെയിം ഈ ലോക്കൗട്ട് ചെയ്യുന്ന ആളുടെ പേര്, അയാളുടെ ഡിപ്പാർട്ട്മെന്റ്, എപ്പോൾ കംപ്ലീറ്റ് ചെയ്യും, ഇത് അടുത്തൊരു ഇവിടെ ചെക്ക് ലിസ്റ്റ് കണ്ടോ, ഓരോ ചെക്ക് ലിസ്റ്റും കാര്യങ്ങളും കണ്ടോ. പിന്നെ അതുമാതിരി എക്സ്പെക്ടേഷൻ ഓഫ് കംപ്ലീറ്റേഷൻ. ഇതാണ് ഒരു ലോട്ടോ ടാഗ് എന്ന് പറയുന്നത്. ഈ ഒരു ലോട്ടോ ടാഗ് നമ്മൾ എപ്പോഴും റെഡിമെയ്ഡ് മേടിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ A4 പ്രിന്റ് ഔട്ട് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് ഒരിക്കലും സൈറ്റിൽ ലോട്ടോ ടാഗ് വെക്കാൻ പാടില്ല. ബിക്കോസ് ഈ ലോട്ടോ ടാഗ് ഡിസൈൻ ചെയ്തത് വിയർ ആൻഡ് ടയറിന് വേണ്ടിയിട്ട്. അത് എത്ര പിടിച്ചു വലിച്ചാലും ഇത് വരില്ല. ഇത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൈബർ മെറ്റീരിയലാണ്. നമ്മൾ A4 നമ്മൾ കേബിൾ ടൈ ഇട്ട് നമ്മൾ ടൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അത് പെട്ടെന്ന് പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പുറത്തേക്ക് പോകും. ബട്ട് ഇത് അങ്ങനെ വരില്ല. സോ whenever you guys are doing any lotto procedures, ensure that one ആ ലോട്ടോ ടാഗ്സ് എല്ലാം പ്രോപ്പർ ആണെന്നുള്ളത്. സോ ഇനി നമ്മൾ നോക്കുന്നതാണ് E.C.P, എനർജി കൺട്രോൾ പ്രോഗ്രാം. എനർജി കൺട്രോൾ പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് ട്രെയിനിങ് ഫോർ ഓതറൈസ്ഡ് ആൻഡ് എഫക്റ്റീവ് എംപ്ലോയീസ്. അതായത് ഓതറൈസ്ഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ട്രെയിനിങ് ഫോർ ഓതറൈസ്ഡ് ആൻഡ് എഫക്റ്റീവ് എംപ്ലോയീസ്, അതായത് ഓതറൈസ്ഡ് പേഴ്സൺസിനും എഫക്റ്റീവ് എംപ്ലോയീസിനും ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ കറണ്ട് ഇൻവെന്ററി ഓഫ് ഇക്വിപ്മെന്റ് ആൻഡ് റിക്വയർഡ് ലോട്ടോ. ഈ ഇൻവെന്ററിക്കകത്ത് അവരുടെ പ്രൊസീജിയർ എന്താണ്, അത് റിട്ടേൺ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, അവർ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് അവർക്ക് റിക്വയർ ചെയ്തിരിക്കുന്നത്, അത്
പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ദെൻ ഡിസ്ക്രിപ്ഷൻ ഓഫ് ജനറൽ എനർജി കൺട്രോൾ പ്രൊസീജിയർ. ഈ ജനറൽ എനർജി, അതായത് പൈപ്പ് ലൈനിൽ വർക്ക് ചെയ്യാനുള്ള ജനറൽ എനർജി എന്തായിരിക്കും, ആ ജനറൽ എനർജിയും അത് എങ്ങനെ അതിൻ്റെ അകത്തുള്ള പ്രോസസ്സ് എന്തായിരിക്കും, പ്രൊസീജിയർ എന്തായിരിക്കും, എനർജീൻ്റെ പ്രൊസീജിയർ എന്തായിരിക്കും എന്നുള്ളത്, എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ഈ ECP ഉണ്ടായിരിക്കണം. Then development and use of specific written stepwise procedure for all equipment on the inventory. അതായത് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കണം എന്താ, സ്പെസിഫിക് റിട്ടേൺ സ്റ്റെപ്പ് വൈസ് പ്രൊസീജിയർ. ഓരോ പ്രൊസീജിയേഴ്സും അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ എക്യുപ്മെന്റിന്റെയും അതായത് ഡീറ്റെയിൽസ് എല്ലാം, വർക്കിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം നമ്മൾ ഇൻവെന്ററിയിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ദെൻ പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ എനർജി കൺട്രോൾ പ്രൊസീജിയർ, അതായത് മെയിൻ്റെനൻസ്. സോ ECPയിൽ മെയിൻലി 3 കാര്യങ്ങളാണ് വരുന്നത്: എനർജി കൺട്രോൾ പ്രൊസീജിയർ, പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ, ട്രെയിനിങ് ആൻഡ് പ്രോഗ്രാം. സോ എനർജി കൺട്രോൾ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് അതിൽ ലോട്ടോ കൺട്രോൾ ഉണ്ട്, ലോട്ടോ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് ലോട്ടോ ചെയ്യേണ്ടത്, ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, അതായത് കറണ്ട് ഇൻവെന്ററി, ഡിസ്ക്രിപ്ഷൻ ഓഫ് എനർജി, ഡെവലപ്മെന്റ്, അതെല്ലാം എന്തെങ്കിലും വരും, ലോട്ടോ പ്രൊസീജിയറിൽ വരും. ദെൻ റെക്കോർഡ് ഓഫ് മെയിൻ്റെനൻസ്, അതായത് ഈ മെഷീനറിയുടെ മെയിൻ്റെനൻസ് റെക്കോർഡ് അല്ലെങ്കിൽ ഇക്വിപ്മെന്റിന്റെ മെയിൻ്റെനൻസ് റെക്കോർഡ്, ലാസ്റ്റ് മെയിൻ്റെനൻസ് എപ്പോൾ ചെയ്തു അതിൻ്റെ. പിന്നെ റിട്ടേൺ പ്രൊസീജിയർ ഫോർ ഓൾ മെഷീൻസ്, ഒരു മെഷീൻ എങ്ങനെ നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാം അതിന്റെ പ്രൊസീജിയേഴ്സ് എല്ലാം ഈ ECPയിൽ ഉണ്ടായിരിക്കും. അതിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് എന്താ, പീരിയോഡിക്കൽ ഇൻസ്പെക്ഷൻ, അതായത് ആ മെഷീൻ എപ്പോഴാണ് മെയിൻറ്റെയിൻസ് ചെയ്തെങ്കിൽ, ലാസ്റ്റ് എപ്പോഴാണ് മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ അതിന്റെ റെക്കോർഡ്സ്. തേർഡ് ആണ് എന്ത്, ട്രെയിനിങ് പ്രോഗ്രാം, റീട്രെയിനിങ് പ്രോഗ്രാംസ്. ഇപ്പം ക്വാർട്ടർലി ഇവർ ഈ ലോട്ടോ ട്രെയിനിങ് എല്ലാം അധിക കമ്പനീസിലും 3 മാസം കൂടുമ്പോൾ റീട്രെയിൻ കൊടുക്കും. ബിക്കോസ് 3 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവർ ചിലപ്പോൾ പ്രോസസ്സ് മറക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ റീട്രെയിൻ കൊടുക്കും. അത് ഈ ട്രെയിനിങ് പ്രോഗ്രാംസിലാണ് വരുന്നത്. പിന്നെ റെക്കോർഡ് ഓഫ് മെയിൻ്റെനൻസ്, ഇവിടെയും റെക്കോർഡ് ഓഫ് മെയിൻ്റെനൻസ് വരുന്നുണ്ട്. അത് ഈ ട്രെയിനിങ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യണം. വർക്കേഴ്സ് അവെയർ ആയിരിക്കണം എപ്പോഴാണ് ലാസ്റ്റ് മെയിൻ്റെനൻസ് ചെയ്യുന്നത്. ദെൻ ലിസ്റ്റ് ഓഫ് ടൈപ്പ് ഓഫ് എംപ്ലോയീസ്, എത്ര പേര്, അതായത് ടൈപ്സ് ഓഫ് എംപ്ലോയീസ്, അതായത് ഇലക്ട്രീഷ്യൻസ് ഉണ്ടാവാം, ടെക്നീഷ്യൻസ് ഉണ്ടാവാം, ഫിറ്റേഴ്സ് ഉണ്ടാവാം. അപ്പം അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ദെൻ എംപ്ലോയി സർട്ടിഫിക്കേഷൻ, എംപ്ലോയി സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ക്വാളിഫിക്കേഷൻ. സപ്പോസ് ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ ലൈൻമാൻ സർട്ടിഫിക്കേഷൻ, അവർ ഏതൊക്കെ കോഴ്സ് ചെയ്തിട്ടുണ്ട് ആ കോഴ്സിന്റെ സർട്ടിഫിക്കേഷൻ എല്ലാം ഈ ട്രെയിനിങ് പ്രോഗ്രാമിലാണ് വരുന്നത്. ഇതാണ് ECP പ്രോഗ്രാം എന്ന് പറയുന്നത്, എനർജി കൺട്രോൾ പ്രോഗ്രാം. പ്രൊസീജിയർ ഫോർ ലോട്ടോ, ഇതിന് 6 സ്റ്റെപ്സ് ഉണ്ട്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രിപ്പറേഷൻ, ഷട്ട് ഡൗൺ, ഐസൊലേഷൻ, ലോക്കൗട്ട്, ചെക്ക്, വേരിഫിക്കേഷൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ. നമ്മൾ ചെയ്യാൻ പോകുന്ന മെഷീൻ ഏതാണ് ഐഡന്റിഫൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, നോട്ടിഫൈ ദ എഫക്റ്റഡ് എംപ്ലോയീസ്. എഫക്റ്റഡ് എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ടിഫൈ ചെയ്യണം. ഇഫ് എനിബഡി ഇൻ ദാറ്റ് ഏരിയ, ആരെങ്കിലും ആ ഏരിയയിൽ ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എല്ലാവർക്കും ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. പ്രിപ്പറേഷൻ ഇതിൽ തന്നെ നമ്മൾ മെയിൽ കമ്മ്യൂണിക്കേഷനും കൊടുക്കും. ഇപ്പൊ പ്ലാന്റിലും മറ്റു കാര്യത്തിലൊക്കെ ഈ ഷട്ട് ഡൗൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, പ്രിപ്പറേഷൻ ചെയ്യും അല്ലേ. ഇന്ന ഏരിയയിൽ നമ്മൾ അത് ഷട്ട് ഡൗൺ ചെയ്യാൻ പോവാണ്, സോ വി ആർ ഗോയിങ് ടു മേക്ക് എ പ്രിപ്പറേഷൻ. എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര സമയം വരെ ഷട്ട് ഡൗൺ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട്. ദെൻ ഷട്ട് ഡൗൺ ദ മെഷീനറി ഓർ എക്യുപ്മെന്റ് യൂസിങ് നോർമൽ പ്രൊസീജിയർ. ഓരോ മെഷീനെ ഷട്ട് ഡൗൺ ചെയ്യുന്നു, അതിന്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പൊ ആ പ്രൊസീജിയേഴ്സ് വെച്ചിട്ട് നമ്മൾ മെഷീൻ ഷട്ട് ഡൗൺ ചെയ്യുന്നു. ദെൻ ഐസൊലേറ്റ് എനർജി സോഴ്സസ് വിത്ത് എനർജി ഐസൊലേറ്റിംഗ് ഡിവൈസ് എന്ന് വെച്ചാൽ എന്താ, ഐസൊലേറ്റ് ചെയ്യുക. അതായത് ഇത് നമ്മളിപ്പോ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞു, അതിൽ ഇനി പവർ ഒന്നും വരുന്നില്ല അല്ലേ, നമ്മൾ പവർ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇത് ഐസൊലേറ്റ് ചെയ്യുക. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് എന്താ എനർജി വല്ലതും ഉണ്ടെങ്കിൽ ഐസൊലേറ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി, ഫോർ എക്സാമ്പിൾ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് നമ്മൾ വീട്ടിൽ മെയിൻ്റെനൻസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഉള്ളിലെ MCB ഓഫ് ചെയ്യും. എന്തിനാ, ഐസൊലേറ്റ് ചെയ്യാണ്, എന്തെങ്കിലും പവർ ഉള്ളിലേക്ക് എക്സ്ട്രാ വരുന്നുണ്ടോ എന്ന് വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ ലോക്കൗട്ട് ദ എനർജി ഐസൊലേഷൻ ഡിവൈസസ് വിത്ത് അസൈനിങ് ലോക്സ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ലോക്കൗട്ട് ചെയ്യും. ഏത് മെഷീനാണോ നമ്മൾ ലോക്കൗട്ട് ചെയ്യേണ്ടത് അത് ഏതാണ് നമ്മൾ എന്ത് ചെയ്യും, ലോക്ക് ചെയ്യും. ദെൻ ചെക്ക്, റിലീസ് ഓർ റീസ്ട്രെയിൻ സ്റ്റോർ ഓർ റെസിഡ്വൽ എനർജി, കപ്പാസിറ്റർ, പ്രഷർ, വാക്യൂം ബ്ലേഡ്സ് എക്സെട്ര. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യും, ഇതിൽ ഇനി ഓരോ കപ്പാസിറ്ററും നമ്മൾ വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ മൾട്ടിമീറ്റർ ഒക്കെ വെച്ച് ചെക്ക് ചെയ്യും, ഇതിൽ എവിടെയെങ്കിലും പവർ ഉണ്ടോ എന്നുള്ളത്. അതായത് 0 എനർജി ആയിരിക്കണം അതിനുള്ളിൽ. Then verification test. Machine to make sure can't start up. Use the normal
സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ. അത് നമ്മൾ എന്ത് ചെയ്യും, ലാസ്റ്റ് വേരിഫിക്കേഷൻ ചെയ്യും. എന്തിനാ വേരിഫിക്കേഷൻ ടെസ്റ്റ്? എന്താ? മെഷീൻ ടു മേക്ക് ഷുവർ ഇറ്റ് കാൺട്ട് സ്റ്റാർട്ടപ്പ്. എന്താണ് ഇതിനുള്ളിൽ എഡീഷണൽ എനർജിയോ അല്ലെങ്കിൽ വല്ല ഷോർട്ട് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേരിഫിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂസ് ദ നോർമൽ സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ. ഇതിൽ തന്നെ നമുക്ക് 8 സ്റ്റെപ്പ് പ്രോസസ്സും കൂടിയുണ്ട്. 8 സ്റ്റെപ്പ് പ്രോസസ്, അതും നമുക്ക് നോക്കാം. സോ ഇതാണ് 8 സ്റ്റെപ്സ് ടു അപ്ലൈ. ഒരു ലോക്കൗട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 8 സ്റ്റെപ്സ് പ്രോസസ് എന്ന് പറയുന്നത്. ഈ ചില സ്ഥലത്ത് 6ഉം ചില സ്ഥലത്ത് 8ഉം ആണ്. സെയിം തന്നെയാണ്. പ്രിപ്പയർ ഫോർ ഷട്ട് ഡൗൺ ഓൾ എനർജി സോഴ്സസ്. അതിൽ സ്റ്റെപ്പ് 1 എന്താ പറയുന്നത്? ഷട്ട് ഡൗൺ ചെയ്യാം. ദെൻ സെക്കൻഡ് വൺ, നോട്ടിഫൈ എഫക്റ്റഡ് എംപ്ലോയീസ്. എഫക്റ്റഡ് എംപ്ലോയീസ് ഏതാണോ അവരെ ഇൻഫോം ചെയ്യുക. ദെൻ ഷട്ട് ഡൗൺ ദ ഇക്വിപ്മെന്റ് എത്രയും പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്യാം. ദെൻ ഐസൊലേറ്റ് ഇക്വിപ്മെന്റ് മെയിൻ എനർജി സോഴ്സസ്, അതായത് മെയിൻ പവർ സപ്ലൈ എല്ലാം ഐസൊലേറ്റ് ചെയ്യുക. ദെൻ അപ്ലൈ ലോട്ടോ ഡിവൈസസ്. ലോട്ടോ ഡിവൈസ് എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുക. ദെൻ റിലീസ് സ്റ്റോർഡ് എനർജി. സ്റ്റോർഡ് എനർജി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യാം. ദെൻ വേരിഫൈ ഐസൊലേഷൻ. നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ വെരിഫൈ ചെയ്യണം, അതിൽ ചെക്ക് ചെയ്യണം. ഇപ്പം ഇലക്ട്രിക്കൽ ഇതാണെങ്കിൽ പൈപ്പ് ലൈൻ ഒക്കെ ആണെങ്കിൽ അത് നമ്മൾ ഡബിൾ വെരിഫൈ ചെയ്യണം. എന്ത്? ഐസൊലേഷൻ കംപ്ലീറ്റഡ്. ദെൻ വി നീഡ് ടു പെർഫോം അവർ സർവീസസ്. നമ്മൾ എന്താണോ സർവീസ് അവിടെ ഉള്ളത് അത് നമ്മൾ വർക്ക് എന്താണോ നമ്മൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് 8 സ്റ്റെപ്പ് ലോക്കൗട്ട് പ്രൊസീജിയർ. ഇനിയാണ് സ്റ്റാർട്ടപ്പ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലോക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മെഷീനറി അല്ലെങ്കിൽ ഇക്വിപ്മെന്റ് വീണ്ടും നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യണം. അപ്പം അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. എന്താണ്? ഫസ്റ്റ് പോയിന്റ്, വെരിഫൈ കംപ്ലീറ്റേഷൻ ഓഫ് മെയിൻ്റെനൻസ് ഓഫ് സർവീസിങ്. വെരിഫൈ ചെയ്യണം. എന്തൊക്കെയാണ്? റീസ്റ്റാർട്ട് ചെയ്തതിന് മുമ്പ് അതിന് എല്ലാ മെയിൻ്റെനൻസും കംപ്ലീറ്റ് ചെയ്തോ, അതിന്റെ ടൂൾസ് എല്ലാം റിമൂവ് ചെയ്തോ, അതിന് എന്തെങ്കിലും ഇക്വിപ്മെന്റിൽ ഇനി എന്തെങ്കിലും വെക്കാനുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ വെരിഫൈ ചെയ്യും. ദെൻ ഇൻസ്പെക്ട് ദ ഇക്വിപ്മെന്റ്. The workers should inspect the equipment machinery to ensure all isolated devices have been removed and that also equipment is in safe condition to operate. എല്ലാ ഐസൊലേഷൻ ഡിവൈസുകളും റിമൂവ് ചെയ്തിട്ടുണ്ടോ, അതായത് ഐസൊലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇപ്പോൾ ബ്രേക്കേഴ്സ് അതെല്ലാം നമ്മൾ റീഓൺ ചെയ്ത് വെക്കും. ദെൻ ഇപ്പം പ്രഷർ വാൾവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പൈപ്പ് ലൈൻ്റെ വാൾവ് എല്ലാം നമ്മൾ സ്ലോലി ഓപ്പൺ ചെയ്ത് വെക്കും. നോട്ടിഫൈ എഫക്റ്റഡ് പേഴ്സൺ. ദ വർക്കർ ഷുഡ് നോട്ടിഫൈ ഓൾ എഫക്റ്റഡ് പേഴ്സൺ ദാറ്റ് ദ എക്വിപ്മെന്റ് ഈസ് അബൌട്ട് ടു റീസ്റ്റാർട്ട്. എന്താണ്? ആ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും വർക്കേഴ്സിനും നോട്ടിഫിക്കേഷൻ കൊടുക്കണം. എന്താണ്? റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, എല്ലാവരും ആ ഏരിയയിൽ നിന്ന് ക്ലിയർ ആയി നിൽക്കണം. ദെൻ റിമൂവ് ദ ലോട്ടോ ടാഗ്സ്. അടുത്ത ഫോർത്ത് സ്റ്റെപ്പാണ് ആ ലോട്ടോ ടാഗ് ഡിവൈസസ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്യാണ്. എനർജി ഐസൊലേഷൻ ഡിവൈസും എക്യുപ്മെന്റും എല്ലാം നമ്മൾ റിമൂവ് ചെയ്യാൻ പോകുന്നു. ദെൻ റീസ്റ്റാർട്ട് ദ എക്യുപ്മെന്റ്. എന്താ? ആസ് പെർ ദ മാനുഫാക്ചർ റെക്കമെൻഡേഷൻസും പ്രൊസീജിയറും. ഇപ്പം എല്ലാ എക്യുപ്മെന്റ്സിനും മാനുഫാക്ചർ റെക്കമെൻഡേഷൻസും പ്രൊസീജിയേഴ്സും ഉണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മെഷീൻ സ്റ്റെപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ദെൻ വെരിഫൈ പ്രോപ്പർ ഓപ്പറേഷൻ. പിന്നെയും നമ്മൾ എന്താ വെരിഫൈയിൽ തന്നെയാണ് വരുന്നത്. എന്തെങ്കിലും അബ്നോർമൽ സൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ വൈബ്രേഷൻ ഉണ്ടോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ വെരിഫൈ ചെയ്യും. ദെൻ നമ്മൾ എന്ത് ചെയ്യും? റെസ്യൂം ചെയ്യാം. അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം? ആ ആക്ടിവിറ്റി റെസ്യൂം ചെയ്യാം, ആ ഓപ്പറേഷൻ റെസ്യൂം ചെയ്യാം. ആൻഡ് എൻഷുർ ദാറ്റ് ഓൾ പേഴ്സൺസ് ആർ ക്ലിയർ ഓഫ് ദ വർക്ക് ഏരിയ. റെസ്യൂം ചെയ്യുന്ന സമയം നോർമൽ ഓപ്പറേഷൻസിലേക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഓൾ പ്രോസസ് എല്ലാവരെയും റിമൂവ് ചെയ്ത് നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാം. ആൻഡ് താങ്ക് യു വെരി മച്ച്. അഭിപ്രായങ്ങളും കമൻസും ഈ വീഡിയോസിൻ്റെ അടിയിലിടുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാ വീക്കും പുതിയ ടോപ്പിക്സ് ഞങ്ങൾ ഇടുന്നതായിരിക്കും. താങ്ക് യു.